ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ എൻ്റെ യൂട്യൂബ് ജേണീനെ പറ്റിയിട്ടും ആസ് എ PSC ആസ്പിരൻറ്റ് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയ ഫസ്റ്റ് പേയ്മെൻറ്റിനെ പറ്റിയിട്ടും സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഞാൻ എടുത്തു വെച്ചത് മെയ് 1 ആ ഒരു ടൈമിനാണ്. അപ്പോൾ അന്ന് എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്ക് ഇന്ന് വ്യക്തമായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു അന്നത്തെ കാര്യങ്ങൾ പറയുന്നതിനേക്കാളും നല്ലത് കുറച്ച് കമൻസിന് റിപ്ലൈ ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു വീഡിയോ, ഒരു റാൻഡം ആയിട്ടുള്ള ഒരു വീഡിയോ ജേണിയും കൂടെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ സെറ്റാക്കാമെന്ന്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ ഹായ്, ഞാൻ അല്ലി, ഞാനൊരു PSC ആസ്പിരൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം 2025 ഫെബ്രുവരിയിലാണ്. ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ ഫോൺ അഡിക്ഷനാണ്, പിന്നെ എൻ്റെ PSC പ്രിപ്പറേഷൻ ജേണി ആൻഡ് ലൈഫ്. ഇതൊന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് വെക്കണം. പഠിക്കുന്ന കാര്യങ്ങളായിക്കോട്ടെ, ജീവിതം ആയിക്കോട്ടെ, എല്ലാം ഒന്ന് ഡോക്യുമെൻ്റ് ചെയ്ത് ഒരു ഡിജിറ്റൽ ഡയറിന്ന് പോലെ ഒരു സ്ഥലത്ത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കണം. അതിന് 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്, ഒന്ന് ഇൻസ്റ്റ ആൻഡ് പിന്നെ യൂട്യൂബ്. ഇൻസ്റ്റ ഞാൻ ചൂസ് ചെയ്യാത്തതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി റീൽസ് അഡിക്റ്റാണ്. അത് തുറന്നാൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റുള്ളൂ. ആ സമയത്ത് ഞാൻ വേറൊരു ലോകത്തായിപ്പോവും അത് തുറന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ചൂസ് ചെയ്തത്. ഞാൻ ഈ പഠിക്കുന്ന സമയത്ത് വീഡിയോസ് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് വീഡിയോ ഓൺ ചെയ്താൽ ഫോൺ എടുക്കാനുള്ള ടെൻഡൻസി കുറയും. അതാണ് എൻ്റെ സ്റ്റഡി വ്ളോഗ് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ഈ യൂട്യൂബിൽ പ്രധാനമായിട്ടും കാണുന്നത് ഈ UPSC PSC ആസ്പിരൻസിൻ്റെ സ്റ്റഡി വ്ളോഗ്സ്, അവരുടെ ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് കുറച്ചധികം ചാനലുകൾ ഈ യൂട്യൂബ് ചാനൽ സ്റ്റഡി വ്ളോഗ്സ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അതിലൊരു PSC ചാനലുണ്ടായിരുന്നു, ഒരു 4 AM സ്റ്റഡി വ്ളോഗ്സോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട്. പക്ഷേ ആ കുട്ടി ഇപ്പോൾ വീഡിയോസ് ഇടാറില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് ചെക്ക് ചെയ്ത് നോക്കും. ആ സമയത്ത് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന ടൈമാണെങ്കിലും എനിക്കത് കാണുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇൻസ്പയർ ആവാറുണ്ട്. അതിനുശേഷം ഞാൻ വന്ന് പഠിക്കാറുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചാനലാണ് ആംസ് ഗ്രോയിങ് സ്റ്റഡി എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്ന ചാനലാണ്. അതിൽ ഓരോ വീഡിയോസും എന്താ പറയുക, ഇൻസ്പയറിംഗ് ആണ്. ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോസാണ്. എനിക്ക് ആ കുട്ടിയുടെ സംസാരവും ഭയങ്കര ഇഷ്ടമാണ്, കണ്ടിരിക്കും. പക്ഷെ അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠിക്കാൻ ഒരു എനർജി കിട്ടും. നിങ്ങൾ പോയിട്ട് ഈ ചാനലൊക്കെ ചെക്ക് ചെയ്ത് നോക്ക്, നിങ്ങൾക്കും കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതുപോലെയുള്ള കുറേ ചാനൽ എനിക്ക് ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്തു, ഞാനെൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, വീഡിയോസ് എങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ എങ്ങനെ എഡിറ്റ് ചെയ്യണം, എങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് സെറ്റിങ്സ് ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത് യൂട്യൂബിൽ നിന്ന് തന്നെയാണ്. ഒരുപാട് വീഡിയോസ് മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഹിന്ദിയിലായാലും അവൈലബിൾ ആണ്. യൂട്യൂബിൽ തന്നെ നമുക്ക് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ ക്രിയേറ്റേഴ്സ് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നോക്കിയിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങളും പഠിച്ചതും നോട്ട് ചെയ്ത് വെച്ചതും ഞാൻ ചെയ്തതും. അപ്പോൾ നിങ്ങളൊരു PSC ആസ്പിരൻ്റ് ആയിക്കോട്ടെ, പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ, എങ്ങനെയാണെങ്കിലും നിങ്ങൾക്കൊരു വീഡിയോ ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മെനക്കെട്ടിരിക്കുക, വീഡിയോസ് കാണുക. ഫസ്റ്റ് കാണുന്ന സമയത്ത് ഇവരെന്ത് തേങ്ങയായി പറയുന്നതെന്ന് തോന്നുമെങ്കിലും ഒരു 2 തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്താ ചെയ്യേണ്ടതെന്നൊരു വ്യക്തത വരും. അതിനുശേഷം പയ്യെ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഈ ആദ്യമായിട്ട് ഇടുന്ന വീഡിയോസിനൊന്നും വ്യൂസോ അങ്ങനെയുള്ള ഫസ്റ്റ് തന്നെ ക്ലിക്ക് ആവണമെന്നൊന്നും ഇല്ല. കാരണം സ്റ്റഡി വ്ളോഗ്സൊക്കെ ഇടുന്ന സമയത്ത് അധികം ആൾക്കാർ കാണുന്നില്ല. ഞാൻ എൻ്റെ വീഡിയോ ഫസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എൻ്റെ ഒരു 3-4 ഫ്രണ്ട്സിനടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനും അറിയാം. ഇങ്ങനെ 5 ആൾക്കാർക്കാണ് അറിയാം. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിന് 2 Gmail അക്കൗണ്ട് ഉണ്ട്. അപ്പോൾ അവനത് കയറിയിട്ട് 2 Gmail അക്കൗണ്ടിൽ ലൈക്ക് അടിക്കും, കമൻറ്റ് ചെയ്യും. പിന്നെ അതേപോലെ എൻ്റെ ഫ്രണ്ട്സും അവർ 4 ആൾക്കാരും ലൈക്ക് തരും. അങ്ങനെ ഒരു 5-6 ലൈക്കൊക്കെയാണ് എനിക്ക് ആ സമയത്ത്, കമൻസൊക്കെയാണ് എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നത്. ഇപ്പോൾ കുറേ കിട്ടുന്നു എന്നല്ല ഞാൻ പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഞാൻ അങ്ങനെയുള്ള ഒരു ഉദ്ദേശത്തിൽ, മീൻസ് പൈസ മേക്ക് ചെയ്യണം, പൈസ ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തിലല്ല ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ യൂട്യൂബ് എനിക്ക് പൈസ തന്നു ഗൈസ്. ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിശ്വസിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അറിവിൽ എൻ്റെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ എൻ്റെ ഫാമിലിയിൽ ആർക്കെങ്കിലോ ഇങ്ങനെ യൂട്യൂബിൽ നിന്നൊരു ഇൻകം കിട്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ പൈസ കിട്ടുമെന്നൊക്കെ, അല്ലാതെ എനിക്ക് എൻ്റെ ചുറ്റുപാടും അങ്ങനെ ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ ശരിക്കും ഒരു എന്താ പറയുക, സന്തോഷം തരുന്ന, സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നാമത് നമ്മളിപ്പോൾ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണ്.
ഫിനാൻഷ്യലി പലരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷനിൽ ഒരു പൈസ, ഒരു എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആരുടെടുത്തും ചോദിക്കാതെ തനിയെ വരിക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യമല്ലേ? ശരിക്കും ഇപ്പോൾ PSC പഠിക്കുന്നവരായിക്കോട്ടെ, സ്കൂൾ കുട്ടികളായിക്കോട്ടെ, എനിക്ക് തോന്നുന്നു ഈ സ്റ്റഡി വ്ളോഗ്സ് ഇടുന്നത് നമ്മളധികം എഫേർട്ട് എടുക്കാതെ ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, വോയിസ് കൊടുക്കുക, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഈ പഠിക്കുന്നതിൻ്റെ ഇടയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ഈ ഹെൽത്ത് ഇഷ്യൂസിൻ്റെ ഇടയിൽ എനിക്ക് ശരിക്കും ഒരു സന്തോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഇതാണ്. അപ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യം ചെയ്യാൻ നമ്മൾ അത്രയും എഫേർട്ട് എടുക്കേണ്ട കാര്യമില്ല. എന്തായാലും നമ്മൾ പഠിക്കുന്നുണ്ട്. ആ പഠിക്കുന്ന സമയത്ത് വീഡിയോസ് ഓണാക്കി വെക്കും, വീഡിയോസ് എടുക്കും. പിന്നെ എനിക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ ആഡ് ചെയ്യാറുണ്ട്. അത് ലൈഫിലെ കാര്യങ്ങളെല്ലാം ഒരുവിധം ഞാൻ മാക്സിമം ആഡ് ചെയ്യാൻ നോക്കാറുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ദിവസം തന്നെ എഡിറ്റ് ചെയ്ത് ഓഡിയോ കൊടുത്തിട്ടല്ല ഞാൻ ചെയ്യാറുള്ളത്. ഒരു ദിവസം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ് അത്രമാത്രം, മാക്സിമം അത്രയും ഞാൻ ചെയ്യാറുള്ളൂ. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് മാറ്റി വെക്കാൻ പറ്റണം. അത് മാറ്റി വെക്കുക. ചില സമയങ്ങളിൽ ഞാൻ എഡിറ്റ് എന്താ പറയുക, നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളിലായാലും വെറുതെ പുറത്ത് പോയിട്ട്, ഇപ്പോൾ മെയിനായിട്ട് എൻ്റെ എഡിറ്റിംഗ് ഒക്കെ നടക്കുന്നത് ഹോസ്പിറ്റലിലാണ്. ഈ വീക്ക് ലാസ്റ്റ് 2 ദിവസവും ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറേ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എഡിറ്റ് ചെയ്യാൻ നോക്കുക. പിന്നെ വോയിസ് കൊടുക്കുന്ന സമയത്താണ് കുറച്ചധികം സമയം പോകുന്നത്. അത് ഈ പറഞ്ഞതുപോലെ ദിവസം കുറേശ്ശെ ആയിട്ട് കൊടുക്കുക. പിന്നെ എൻ്റെ ഈ ചാനൽ മോണിറ്റൈസ് ആയത് കഴിഞ്ഞ ജൂണിലാണ്, ജൂൺ ജൂലൈ ആ സമയത്താണ്. അപ്പോൾ യൂട്യൂബിനൊരു മിനിമം എമൗണ്ട് ഉണ്ട്. അതായത് $100 ആയാൽ മാത്രമാണ് നമുക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് വരുന്നത്. എൻ്റെ ഈ $100 ആവാൻ ഞാൻ കുറേ മാസങ്ങളാണ് കാത്തിരുന്നത്. അപ്പോൾ അത് $100 കംപ്ലീറ്റ് ആയി. എനിക്ക് കറക്റ്റായ ഒരു എമൗണ്ട് തന്നെയാണ് കിട്ടിയത്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഒരു PSC റിലേറ്റഡ് ചാനലാണ്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ ഈ ഒരു സ്റ്റഡി വ്ളോഗ്സ് കാണുള്ളൂ. കാരണം അത്രയും ആൾക്കാരെ പഠിക്കുന്നുള്ളൂ. ആ പഠിക്കുന്നതിൽ കുറച്ച് ആൾക്കാർ മാത്രമേ ഇങ്ങനെയുള്ള വീഡിയോസ്, സ്റ്റഡി വ്ളോഗ്സ് കാണുള്ളൂ. അപ്പോൾ ഈ നെക്സ്റ്റ് പേയ്മെൻറ്റ് വരണമെങ്കിൽ ഈ $100 ആദ്യം കംപ്ലീറ്റ് ആവണം. എന്നിട്ട് മാത്രമാണ് നെക്സ്റ്റ് പേയ്മെൻറ്റ് വരുള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചത് എല്ലാ മാസവും പൈസ കിട്ടും അങ്ങനെയൊക്കെയാണ്. പക്ഷേ അങ്ങനെയല്ല ഗൈസ്. ഈ $100 എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ നമ്മൾ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നിങ്ങളൊരു PSC ആസ്പിരൻ്റാണ്, അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എല്ലാവരും കാണുന്ന ടൈപ്പ് വീഡിയോസ് ചെയ്ത് ഇടുന്നതാകും കുറച്ചും കൂടെ നല്ലത്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും കാണുമല്ലോ, നല്ല വ്യൂസും കിട്ടും. പക്ഷേ അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങളിപ്പോൾ പഠിക്കുന്ന ഒരാളാണെങ്കിൽ അത് എത്രത്തോളം പോസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. കാരണം പഠിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വീഡിയോസ് ചെയ്യും എന്നാലോചിച്ച് കണ്ടൻറ്റൊക്കെ ക്രിയേറ്റ് ചെയ്ത് കുറേ ടൈം പോകും. അങ്ങനെ പോവാതെ ഇരിക്കണമെങ്കിൽ നമ്മൾ സ്റ്റഡി വ്ളോഗ്സ് തന്നെ ചെയ്തിരിക്കണം. കാരണം സ്റ്റഡി വ്ളോഗ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം തന്നെയാണല്ലോ, അത് വീഡിയോസായിട്ട് എടുത്തിട്ട് ഇട്ടാലും മതി. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ടൈം അധികം പോകില്ല. പക്ഷെ വേറൊരു വിഭാഗം വീഡിയോസാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, എല്ലാവരും കാണുന്ന ഞാനിപ്പോൾ പറഞ്ഞ പോലെ അങ്ങനെയുള്ള വീഡിയോസാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ടൈം വേസ്റ്റ് പോകും. വേസ്റ്റ് എന്നല്ല, ടൈം കുറേ പോകും. അപ്പോൾ നമുക്ക് പഠിക്കുന്നതിൽ അത്ര ടൈം കിട്ടിയെന്ന് വരില്ല. പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ PSC പഠിക്കുന്നവർക്ക് ചെറിയൊരു ഇൻകം കയ്യിൽ വേണമെന്നുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വളരെ നല്ലതാണ്. അധികം എഫേർട്ട് ഇടാതെ തന്നെ നമുക്ക് നമ്മളെ കയ്യിലേക്ക് കുറച്ചൊരു പൈസ, നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ, ഒരുപാട് മറ്റുള്ള യൂട്യൂബേഴ്സിനെ പോലെ കിട്ടിയില്ലെങ്കിലും നമ്മുടെ ആവശ്യത്തിനുള്ള പൈസ, അറ്റ്ലീസ്റ്റ് നമുക്ക് ബുക്സും റാങ്ക് ഫയലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു എമൗണ്ട് നമുക്ക് കിട്ടും, ഇതിൽ നിന്ന് കിട്ടും. പിന്നെ എൻ്റെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 1 year and 3 months, 3 മാസത്തിലധികം എടുത്തു ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് പിറ്റേ മാസം തന്നെ കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിൽ അങ്ങനെ തുടങ്ങരുത്. നമ്മൾ കൺസിസ്റ്റൻ്റായിട്ട് വീഡിയോ ഇടുക, എഫേർട്ട് ഇടുക, ഒന്നും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ചെയ്യുക. ആ സമയത്ത് നമുക്ക് റിസൾട്ട് കിട്ടുമെന്ന് പറയുന്നത് പോലെ ഡെയിലി അല്ലെങ്കിലും വീക്കിലി എങ്കിലും വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്ത ആ ഒരു സമയം മുതലേ നമ്മളെ കൂടെയുള്ള കുറച്ച് പേരുണ്ട്. പേരെടുത്ത് ഞാൻ പറയുന്നില്ല, പക്ഷേ എനിക്കറിയാം അവർ ഓരോരുത്തരുടെയും കമൻറ്റ് ഇപ്പോഴും കാണുമ്പോൾ അന്ന് മുതലേ കമൻറ്റ്സ് ഇടുന്നവരുണ്ട്, ഇന്നും കമൻറ്റ്സ് ഇടുന്നവരുണ്ട്. സെയിം നമുക്ക് കമൻറ്റ് വായിച്ചിട്ട് നമുക്ക് അവരുമായിട്ടൊരു കണക്റ്റ് ആയിട്ടുള്ള ഒരു
ഇതാണ് എന്നും ഇങ്ങനെ എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല ഗൈസ്. ഇത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഈ ഒരു ചാനൽ ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ എന്നെ കുറേ ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ലാസ്റ്റ് ഇട്ട വീഡിയോസിൻ്റെ കമൻറ്റ്സ് കണ്ടിട്ടുണ്ട് ഞാൻ ഷോക്കായിപ്പോയി. അത്രയും പോസിറ്റീവായിട്ട് കുറേ ആൾക്കാർ ഞാൻ ഹെൽത്ത് ഇഷ്യൂ പറയണോ, ചാനലിൽ അങ്ങനെ പറയണോ വേണോ എന്ന് കുറേ ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പേഴ്സണൽ കാര്യം ഇങ്ങനെ ഒരു പബ്ലിക്കായിട്ടുള്ള പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് പറയണോ വേണ്ടോ എന്ന് കുറേ ആലോചിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ആരെങ്കിലും ഇപ്പോൾ എൻ്റെ അതേ സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. കമൻസിനൊക്കെ ഞാൻ റിപ്ലൈ തരും. എനിക്കൊന്ന് സെറ്റാവണം, മൈൻഡും ബോഡിയും ഒക്കെ ഒന്ന് സെറ്റാവണം. പിന്നെ അത്ര തന്നെ. ഞാനൊരു ജേണി, ഈ ഒരു വീഡിയോ സ്ക്രിപ്റ്റഡ് ഒന്നും അല്ല കേട്ടോ. ഞാനിങ്ങനെ ഇരുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ കിടപ്പുണ്ടല്ലോ, അപ്പോൾ ഈ ഒരു കാര്യം എന്തായാലും പറയണം. കാരണം നിങ്ങളെ ഒരു സപ്പോർട്ട് കൊണ്ടും ഇഷ്ടം കൊണ്ടും മാത്രമാണ് ചാനൽ മോണിറ്റൈസ് ആയതും ഈ ഒരു പേയ്മെൻറ്റ് കിട്ടിയതും ഒക്കെ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നതും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത ഓരോ PSC ആസ്പിറൻസിൻ്റെ അടുത്തുമാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഗൈസ്. പിന്നെ എനിക്ക് ഡിഗ്രി പ്രിലിംസ് ലാസ്റ്റ് ഫേസാണ്. 10th പ്രിലിംസിൻ്റെ പ്രിപ്പറേഷനൊക്കെ എല്ലാവരുടെയും എങ്ങനെ പോകുന്നു? എൻ്റെ ഒരുവിധം ഫ്ലോപ്പായ അവസ്ഥയാണ്, പക്ഷേ എന്നാലും ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ചാനൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, നെഗറ്റീവ്സോ അത് എന്ത് തന്നെ ആയിക്കോട്ടെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം, കമൻസ് ആയിട്ട് അറിയിക്കണം. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുമ്പോൾ ഞാൻ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കും. അതിപ്പം ഞാൻ പഠിക്കുന്ന കാര്യത്തിലുള്ള മിസ്റ്റേക്ക് ആണെങ്കിലും അത് പറയണം. കാരണം ആരും പെർഫെക്റ്റ് ഒന്നല്ലല്ലോ. അപ്പോൾ ഞാൻ ചെയ്യുന്ന പല കാര്യങ്ങളും തെറ്റായിരിക്കും. അപ്പോൾ അതൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക. വേറെ എന്താ പറയാനുള്ളത്? ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഞാൻ 2025 എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുള്ള ഒരു സാധനമായിരുന്നേ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയ സമയത്ത് ഞാൻ ഫസ്റ്റ് ഓർഡർ ചെയ്ത സാധനം ഇതാണ്. ഇത് ഞങ്ങൾക്ക് 2 യൂസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇരുന്ന് പഠിക്കാൻ വേണ്ടി പറ്റും. രണ്ടെന്ന് പറയുന്നത് ഞങ്ങൾ ഫുഡ് കഴിക്കുന്നത് ഈ ഒരു ബെഡിലിരുന്നിട്ടാണ്. അപ്പോൾ അതിൻ്റെ മുന്നിൽ ടേബിൾ ഇങ്ങോട്ട് വലിച്ചിടാറില്ല. അപ്പോൾ അതിൻ്റെ മുകളിൽ ഫുഡ് വെച്ചിട്ട് ഞങ്ങൾ കഴിക്കും. അങ്ങനെ 2 യൂസാണ് എനിക്കുള്ളത്. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ആസ് എ PSC ആസ്പിറൻറ്റ് എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ കംപ്ലീറ്റ് ഷെയർ ചെയ്തു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഈ ഒരു വീഡിയോ സ്ക്രിപ്റ്റഡ് അല്ല മീൻസ് എൻ്റെ വീഡിയോസ് ഒന്നും സ്ക്രിപ്റ്റഡ് അല്ല. പക്ഷേ ഞാൻ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നതിന് മുന്നിൽ അല്ലെങ്കിൽ ഓഡിയോ കൊടുക്കുന്നതിന് മുന്നേ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയണം എന്നുള്ളത് ജസ്റ്റ് കമൻറ്റ്സ് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെ ഡോട്ടായിട്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെക്കാറുണ്ട്. പക്ഷേ ഇന്ന് അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. റാൻഡമായിട്ട് ഞാൻ ഇങ്ങനെ എന്തൊക്കെയോ സംസാരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാൻ ഈ ഓഡിയോ കൊടുത്ത് കഴിയുമ്പോഴേക്കും. എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക്. ഇങ്ങനെയാണ് ഞാൻ. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.